രാഹുൽ മാങ്കൂട്ടം MLA അധിക്ഷേപിക്കാനും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും CPIM ഗൂഢാലോചന തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. കാരണം പാലക്കാട് ജില്ലയിൽ BJPയുടെയും CPIMൻ്റെയും ശത്രുവായി രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും നീണ്ടു നിവർന്നു നിൽക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ വൈഷമ്യമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ അതിജീവിത എന്ന് പറയുന്ന വ്യക്തി കൃത്യമായും അവർ വിവാഹം കഴിച്ച സ്ത്രീയാണ്. അവരുടെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് രാഹുലുമായി ബന്ധത്തിലേർപ്പെട്ട് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് അവരുടെ ഭർത്താവിനെ പോലും വഞ്ചിക്കുന്ന ഒരു സ്ത്രീ, അവർ വിവാഹിതയാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും വഞ്ചിച്ചു. ഈ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നായി രാഹുൽ ഈശ്വർ ആക്ടിവിസ്റ്റാണ്, വലത് ആക്ടിവിസ്റ്റാണ്. അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ശബരിമല കൊള്ള എങ്ങനെയെങ്കിലും മൂടിക്കെട്ടാൻ വേണ്ടി CPIMൻ്റെ സ്പോൺസേർഡ് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണിത് എന്നുള്ളത്. കാരണം ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ എങ്ങനെയാണോ സോളാർ വിഷയം കൃത്യമായി എടുത്തത്, എങ്ങനെയാണ് ആ വിഷയത്തിൽ CPIM കൃത്യമായി ഉമ്മൻചാണ്ടിയെ മരണം വരെ വേട്ടയാടിയത്, അതേ രീതിയിൽ അതേ തീവ്രതയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. PP ദിവ്യ എന്ന് പറയുന്ന കൊണ്ടും, അതായത് മൂർച്ചയുള്ള നാവ് കൊണ്ടും ഒരു മനുഷ്യന്റെ മരണത്തിന് കാരണമാക്കാം എന്ന് തെളിയിച്ച കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഓരോന്നായി ഇങ്ങനെ എഴുതുകയാണ്. അതിജീവിത അനുഭവിച്ച ട്രോമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തട്ടിവിടുകയാണ്. യാഥാർത്ഥ്യം എന്തെന്നാൽ കൃത്യമായും പല മാധ്യമ പ്രവർത്തകരും ഈ അതിജീവിതയെ കണ്ടു, അവരനുഭവിച്ച ട്രോമ നേരിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അങ്ങ് ആഘോഷമാക്കുന്നത് പോലെയാണ് അവതരിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകളുണ്ടെങ്കിൽ കൃത്യമായി കേസ് അന്വേഷണം നടക്കും, പോലീസ് ഉദ്യോഗസ്ഥർ തെളിവെടുക്കും, അതിനുശേഷം കൃത്യമായി FIR ഹാജരാക്കും. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണവും കോടതിയിൽ കേസും ഒക്കെയായി മുന്നോട്ട് പോകും. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ഇവിടെ അധര വ്യായാമം നടത്തുന്ന CPIM നേതാക്കളുടെ കാര്യമാണ് പറയുന്നത്. കോൺഗ്രസിലെ നേതാക്കൾ ഇപ്പോൾ വാർഡിലും കോർപ്പറേഷൻ്റെ ഡിവിഷനിലും ഒക്കെ ആണല്ലോ മത്സരിക്കുന്ന. MLA ആയിട്ടുള്ളവർ അനിൽ അക്കരയുടെയും അതുപോലെ ശബരിനാഥിൻ്റെയും ഒക്കെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് CPIM നേതാക്കൾ കളിയാക്കുമ്പോൾ അതിന് മറുപടി കൊടുത്തിരിക്കുന്നത് CPIMലെ മുൻ MLA ആയ A പത്മകുമാറിൻ്റെ അവസ്ഥ എന്താണ്, CPIMൻ്റെ നേതാക്കളായ വാസുവിൻ്റെയും അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ്റെയും ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഒരാൾ ജയിലിലേക്ക് പോയിരിക്കുന്നു, ഒരാൾ ജയിലിലേക്ക് പോകാനായി കാത്തിരിക്കുന്നു. ഇതൊക്കെയാണോ നിങ്ങൾ പറഞ്ഞു തരുന്ന ഗുണപാഠം എന്ന ചോദ്യം കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് ചോദിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെണ്ണുകേസും ഗർഭക്കേസും പറഞ്ഞ് കുടുക്കിക്കളഞ്ഞാൽ പാലക്കാട് BJPക്ക് കൊടുക്കാം, അതിന് പ്രത്യുപകാരമായി തിരിച്ചും പല സീറ്റുകളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താമെന്നാണ് BJP CPIMും ചേർന്നുള്ള CJP കൂട്ടുകെട്ട് ആലോചിക്കുന്നതെങ്കിൽ അത് വെറും വിഡ്ഢിത്തമാണ്. ജനങ്ങൾ തിരിച്ചറിയുന്നു ഈ പൊള്ളയായ കാര്യങ്ങളെക്കുറിച്ച്. ഈ വ്യാജ ഗർഭക്കേസുമായി ബന്ധപ്പെട്ട വിഷയം, ഇത് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇതിങ്ങനെ ലൈവായി അടുത്ത അസംബ്ലി ഇലക്ഷൻ വരെ നിർത്താം എന്നായിരിക്കും വിചാരിക്കുന്നത്. അപ്പോഴും ഗർഭിണിയായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെ അലസിപ്പിക്കാനൊക്കെ രാഹുൽ മാങ്കൂട്ടം ചെയ്ത ചാറ്റ് പുറത്ത്, അത് പുറത്ത്, ഇത് പുറത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഏതാനും ചില CPIM അന്തംകമ്മികൾ സൈബർ ലോകത്തും അതുപോലെ ചാനൽ ലോകത്തും കടന്ന് മെഴുകുന്നതായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് VD സതീശൻ പ്രതികരിക്കുന്നുണ്ട്. നിയമം അറിയുന്ന വ്യക്തി എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറയുകയാണ്, നമുക്ക് കാണാം ഏതറ്റം വരെ പോകുമെന്നത്.